പൊന്നു വിളയുന്ന ഒരു നാടിനെ പറ്റിയുള്ള സങ്കല്പങ്ങൾ എന്നും നമ്മെ ആകർഷിച്ചിരുന്നു. ഒരിക്കൽ അത് സിലോണായിരുന്നു, പിന്നെ മലയ. കഴിഞ്ഞ ദശകത്തിൽ കിടപ്പാടം തീരെഴുതിയിട്ടായാലും എത്തിപ്പെട്ടാൽ സമ്പന്നനായി തിരിച്ചു വരാൻ പറ്റിയ ഒരു നാടിനെ പറ്റി പടിഞ്ഞാറൻ കരയിൽ കഥകൾ പരന്നു. ആയിരക്കണക്കിന് യുവാക്കൾക്ക് ഓമനിക്കാൻ ഒരു സ്വപ്നമുണ്ടായി, ദുബായ്. ദിവസങ്ങളോളം യാത്രയിൽ അതിലിപ്പോ മാസങ്ങളാവും, എത്തിയില്ല. കടല അറിയാ, കേട്ടിട്ടുണ്ട്. എന്നാലും അവിടെ എത്തിക്കിട്ടിയ ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടില്ലേ? വീട്ടിലെ പട്ടിണി മാറ്റാൻ പറ്റുമെങ്കിൽ, കൂടപ്പറപ്പുകൾക്ക് ഒരു ജീവിതം കൊടുക്കാൻ പറ്റുമെങ്കിൽ ഈ കടല് കടക്കാൻ ഞങ്ങൾ തയ്യാറാ. ഗൾഫില് വലതും ശരിയാക്കാൻ പറ്റുമോ? എന്റെ കൊച്ചേട്ടാ, ഇവന്റെ രണ്ടളിയന്മാരും അങ്ങ് ദുബായില്. ശരിക്കും പറഞ്ഞ അങ്ങ് പോയി രക്ഷപ്പെടാനോ എന്ന് കരുതിയിട്ടാ ഇവൻ ആ കൊച്ചിനെ കെട്ടിയതെന്ന്, അല്ലടാ? നിനക്ക് ഈ തൊക്കട ജോലി കളഞ്ഞിട്ട് ഗൾഫിൽ ഒറ്റ പോയിക്കൂടെ? ആ സമയം എന്ന് വെച്ചാ 2-3 കൊല്ലം ദുബായ് പോയി ജോലി ചെയ്തൂടെ? ഐസ് മിഠായി വിറ്റ് നടന്നിരുന്ന കുമാരൻ, കൂലിപ്പണിക്കാരൻ വാസു, ആശാരി ബാലൻ, അങ്ങനെ എത്ര പേരാ ഗൾഫിൽ പോയി ലക്ഷപ്രഭുക്കളായത്? ഞാൻ ദുബായിലേക്ക് പോവുകയാണ്. അതെയോ? അതുകൊണ്ട് ദാമോട്ടന്റെ അനുഗ്രഹം വേണം. എപ്പോഴാ യാത്ര? അടുത്ത ബുധനാഴ്ച. പിന്നെ നമ്മുടെ കുഞ്ഞിക്കണ്ണനോടും അബ്ദുക്കയോടും ഒന്ന് പറഞ്ഞേക്കണേ. ഒരു നല്ല കാര്യത്തിനല്ലേ, എല്ലാവരും അനുഗ്രഹം വേണം. പോയി നന്നായി വാ. സാധാരണ നാടല്ല ദാസ, നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം മോനെ. ലോഞ്ച് കയറി ഗൾഫ് പോകാനുള്ള എല്ലാ പദ്ധതികളും തയ്യാറായി കഴിഞ്ഞു. افتحيها كويس. بطلع عيونك. خلاص روحي. അമ്മ ഞാനെത്തി ഇവിടെ 2-2:30 ലാൻഡ് ചെയ്തു. അച്ചു പിക്ക് ചെയ്യാൻ വന്നു. നമ്മൾ എന്നിട്ട് ഹോട്ടലിൽ പോയി ലഞ്ച് കഴിക്കാൻ. ഇവിടെ കുറേ കേരള ഹോട്ടലൊക്കെ ഉണ്ട്. നമ്മൾ ബിരിയാണി കഴിച്ച. ഇവരെ താമസം ഷാർജയിലാണ്. ഇപ്പം റൂമിലെത്തി. ഇവിടെ വാട്സാപ്പ് കോളൊന്നും ഇല്ല, സിമ്മൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ വോയിസ് മെസ്സേജ് അയക്കുക തൽക്കാലം. അച്ഛനോട് പറഞ്ഞാൽ ഞാൻ എത്തിയെന്ന്. ശരി എന്നാൽ. Morning Dubai. This is Naila with you on Dubai Zone Hit 96.7 FM. It's a very sunny day, a day with a lot of traffic. പക്ഷെ നമ്മളൊക്കെ വീട്ടിൽ നിന്ന് കാറുകളിലേക്ക് കയറുന്നതിന് മുൻപ് നാട്ടിൽ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ടാകും. അമ്മ അവിടെ നാട്ടിലെ മഴയുടെയും ചൂട് ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒക്കെ വിശേഷം നമ്മളോട് പറഞ്ഞിട്ടുണ്ടാകും. മഴ എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾക്ക് ഭയങ്കര ഗൃഹാതുരത്വമൊക്കെ ഉണർത്തുന്ന ഒരു ബ്യൂട്ടിഫുൾ ഫീലിംഗ് ആണ്. ബട്ട് വാട്ട് ടു ഡു? We need to start a bright day here in Dubai. So I'll join you on the drive and you join me on your drive. Once again, this is Naila with you on Dubai Zone Hit 96.7 FM. Stay tuned. ചൊല്ലിയിടുന്നു വസലാം.
എൻ്റെ ഇവിടെ ബിടെക് പഠിച്ച് 3 ആളുണ്ട് വിസിറ്റ് വിസയിലിവിടെ. ഒരാൾക്ക് ജോലി ഏകദേശം ശരിയായി. അവൻ്റെ ഏതോ ഒരു ബന്ധുവിൻ്റെ കമ്പനിയാണ്. അവിടെ ഫ്രണ്ട്സ് തന്നെ കയറിയിട്ടുണ്ട്. പിന്നെ വേറെ 2 ആൾക്കാരുണ്ട്. വേറെ കോളേജിലെ കുട്ടികൾ നേരത്തെ വന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാം ഇതുപോലെ ആരെങ്കിലും കെയർ ഓഫിൽ ജോലി കിട്ടി നോക്കുന്നുണ്ട്. പേപ്പറിൽ കാണുന്നതും ഓൺലൈനിൽ കാണുന്നതെല്ലാം CV അയച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഇന്ന് റൂം നോക്കിയിട്ട് കുറേ നടന്നു. ഇവിടെ ബെഡ് സ്പേസ് എന്ന് പറയും. ഒരു റൂമിൽ 5-6 കട്ടിലും അലമാരിയെല്ലാം വെച്ചിട്ടുള്ള സെറ്റപ്പാണ്. അപ്പോൾ ഒരാൾക്കൊരു കട്ടിലും ഒരു അലമാരി ഉണ്ടാവും. ബാത്റൂമെല്ലാം ഷെയറിങ്. അപ്പം ഓരോരുത്തർക്ക് ഓരോ സമയം ഉണ്ടാവും, സമയത്ത് ഉപയോഗിക്കണം. 3-4 സ്ഥലം നോക്കി. ഒരു പാകിസ്ഥാനീൻ്റെ ഒരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവിടെ വലിയ കുഴപ്പമില്ല. അവിടെ ഇന്ത്യൻസും പാകിസ്ഥാനെല്ലാം ഒരുമിച്ച് തന്നെ. നാളെയും കൂടെ നോക്കണം. വേറെ ഒന്നും ആയിട്ടില്ലെങ്കിൽ അവിടെ തന്നെ പോകും. ശരി എന്നാ. Yeah, Nada. You decided to go back? What are you going to do there? I don't know. My country has changed a lot. After all, it is your own country. I don't have even a place to go. Shifting from one place to another. Unsettled refugees. We Palestinians. Moses called his son, Gershom. You are always a philosopher, my friend. Wish you all the best, yeah, Nada. ഇന്ന് കമ്പനിയിൽ പ്രഭാകരേട്ടൻ നാട്ടിൽ പോയിട്ട് വന്നിട്ടുണ്ടായി. വരുമ്പോൾ അച്ചപ്പും കായവർത്തിയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മൂപ്പരെ വീട്ടിൽ കൂട്ടിലിന് പോയതാണ്. ഗൾഫിൽ വന്നിട്ട് ഏകദേശം 10 കൊല്ലത്തിലധികമായി. ഇപ്പോൾ വീട്ടിലാണ് വെച്ച. പ്രഭാകരേട്ടൻ്റെ മോന് ഇപ്പം ഇങ്ങോട്ട് വരണമെന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ മൂപ്പർക്ക് അവനവിടെ നിൽക്കുന്ന തന്നെ ഇഷ്ടം. PSC കോച്ചിങ്ങിന് പോയിട്ട് ഗവൺമെൻറ് ജോലിക്കെല്ലാം കയറാൻ വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത മാസം തലശ്ശേരി കേൾക്കാൻ വരുന്നുണ്ട്. അമ്മ എൻ്റെ കുറച്ച് അച്ചാറും കായവർത്തിലുണ്ടെങ്കിൽ ഒന്ന് കൊടുത്തോളൂ. ആരായിരിക്കും ഈ മണ്ണിൽ കാലുകുത്തിയ ആദ്യത്തെ മലയാളി? ആരായിരുന്നാലും നാട് കാണാൻ വന്നവരായിരിക്കില്ല. നമ്മളെപ്പോലെ വീട്ടിലെമ്പാടും പട്ടിണിയും പുര നിറഞ്ഞു നിൽക്കുന്ന പെങ്ങന്മാരുള്ള ആരെങ്കിലും ആയിരിക്കും. ഈ കടൽ നീന്തി കയറിയത് ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. ഒന്ന് കണ്ണടച്ച് തുറക്കും പോലെയല്ലേ കാലം കടന്നുപോയത്. നമ്മൾ കരപറ്റിയവര്, അന്നം തേടി വന്നവർ എത്ര പേര് ഈ ആഴക്കടലിൽ മുങ്ങിപ്പോയിട്ടുണ്ടാവും. 50 കൊല്ലം. ഈ കാലം കൊണ്ട് നമ്മൾ എന്താ നേടിയത്? കുറേ പേർ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ നമ്മുടെ നാട് രക്ഷപ്പെട്ടു. നമ്മുടെ പലരുടെ അധ്വാനം കൊണ്ട് ഈ നാടും രക്ഷപ്പെട്ടു. നമ്മളോ?